നമ്മുടെ ചിന്തയിലേക്ക് കടക്കുകയാണ്. എബ്രായലേഖനം 12-ാം അധ്യായം. കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചത് 17-ാമത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. പ്രധാനമായിട്ട് നമ്മൾ ഒന്നാം വാക്യം മുതൽ നമ്മൾ കാണുകയുണ്ടായി. 13-ാമത്തെ വാക്യം വരെ നമ്മളെ പഠിപ്പിച്ച ഭാഗമെന്ന് പറയുന്നത് ഒരു ഫാദർലി ഡിസിപ്ലിൻ. അതാണ് നമ്മെ പഠിപ്പിച്ചത്. ഒരു പിതാവ് നമ്മെ അച്ചടക്കത്തോടെ എങ്ങനെ നടത്തുന്നുവോ അതുപോലെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. തുടർന്ന് 14 മുതലുള്ള വാക്യങ്ങൾ 17 വരെ നമ്മൾ പഠിച്ചത്. ഇപ്രകാരമുള്ള പ്രതികൂലങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും പ്രധാനമായിട്ട് 4 സ്റ്റെപ്പ് വീഴ്ചകളിലേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും. എന്നാൽ വീഴുവാൻ ഇടയായി തീരരുത് എന്നുള്ള ഒരു പ്രബോധനം തരികയെ ഇന്ന് രാത്രി നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി 18 മുതലുള്ള വാക്യങ്ങൾ 24 വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നമ്മൾ വായിക്കുവാൻ പോകുകയാണ്. പ്രധാനമായിട്ട് ഹീബ്രൂസ് ചാപ്റ്റർ 12, എബ്രായലേഖനം 12-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യം എല്ലാവരും ഒരുമിച്ച് ശബ്ദമുയർത്തി ആ വാക്യം വായിപ്പാനായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ. എല്ലാവരും വേദപുസ്തകം എടുത്തു നമുക്ക് ഒരുമിച്ച് വായിക്കാം. സ്ഥൂലമായതും ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നുവെന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. കരമുയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട് ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി. ഇന്നത്തെ ഹെഡിങ് നോട്ട് ചെയ്താട്ട് ദ ഹെവൻലി ജെറുസലേം, സ്വർഗീയ യെരൂശലേം, ദ ഹെവൻലി ജെറുസലേം. എബ്രായ ലേഖനത്തിന്റെ ഒരു പ്രാധാന്യത എന്ന് പറയുന്നത് 1-ാം അധ്യായം മുതൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഇത് പ്രധാനമായിട്ട് രേഖപ്പെടുത്തുന്നത് എബ്രായ വിശ്വാസികൾക്കാണ്. വിശ്വാസികൾക്ക് രേഖപ്പെടുത്തുന്ന ലേഖനത്തില് താനെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് പഴയ നിയമത്തെക്കാൾ, ഓൾഡ് ടെസ്റ്റ്മെന്റിനേക്കാൾ ഒത്തിരി ബെറ്റർ ആണോ പുതിയ നിയമം എന്നുള്ളതാണോ താൻ വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആദ്യം മുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വാക്യം നമുക്കറിയാം. നമ്മൾ പ്രധാനമായിട്ട് ഈ എബ്രായ ലേഖനത്തിന്റെ കുറിവാക്യം അതിൻ്റെതായിരിക്കുന്ന തീം നമ്മളിത് പഠിക്കാമെങ്കിൽ അതിലെ തീം ഇതാണ്: സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ്. കഴിഞ്ഞ ആദ്യ ക്ലാസ്സിലില്ലായിരുന്നു, പെട്ടെന്ന് നോട്ട് ചെയ്തു. എബ്രായ ലേഖനത്തിന്റെ മെയിൻ തീം, അതിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തീമാണ് സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ കൂടെ കാണുന്ന ഒരു വേർഡ് ഉണ്ട്, ബെറ്റർ ദാൻ, അതിനേക്കാൾ നല്ലത്. ബെറ്റർ ദാൻ നോട്ട് ചെയ്താട്ട്. പ്രധാനമായിട്ട് നമ്മൾ ഇവിടെ കാണുമ്പോൾ അനേക കാര്യങ്ങളെയാണ് പഴയ നിയമവുമായിട്ട് വെച്ച് നോക്കുമ്പോൾ പുതിയ നിയമത്തിൽ ബെറ്റർ ദാൻ എന്ന് നമ്മൾ കാണുന്നത്. പ്രധാനമായിട്ട് ആദ്യ ക്ലാസ്സിൽ ഇല്ലാതിരുന്നവർ പെട്ടെന്ന് നോട്ട് ചെയ്യുക. എബ്രായ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നമ്മൾ കാണുന്നു, കർത്താവായ യേശു ബെറ്റർ ദാൻ പ്രോഫറ്റ്സ്, പ്രവാചകന്മാരെക്കാൾ അവൻ വലിയവൻ. അന്നില്ലാതിരുന്നവർ നോട്ട് ചെയ്താൽ പ്രവാചകന്മാരെക്കാൾ അവൻ വലിയവൻ. കർത്താവായ യേശു ക്രിസ്തു പ്രവാചകന്മാരെക്കാൾ വലിയവൻ. അതിലെ 1-ാം അധ്യായം 4 മുതൽ 2-ാം അധ്യായം 18-ാമത്തെ വാക്യം വരെ, ഫസ്റ്റ് ചാപ്റ്റർ വേഴ്സ് 4 ഓൺവേർഡ്സ്, ചാപ്റ്റർ 2 വേഴ്സ് 18, 2-ാം അധ്യായം 18-ാമത്തെ വാക്യം വരെ കർത്താവായ യേശു ദൂതന്മാരെക്കാൾ വലിയവൻ, ഓവർ ഏഞ്ചൽസ്. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ യഹൂദന്മാരുടെ ഏറ്റവും ആരാധ്യ പുരുഷനായിരുന്ന മോശ, ആ അധ്യായം വെളിപ്പെടുത്തുന്നു യേശു മോശയേക്കാൾ വലിയവൻ, ഓവർ ദാൻ മോസസ്. മോശയേക്കാൾ വലിയവൻ. 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ
അവിടെ നമ്മൾ കാണുന്നത് മോശയ്ക്ക് ശേഷം ഇസ്രായേൽ മക്കൾക്ക് വളരെ വാല്യുബിൾ ഉള്ള ഒരാളാണോ യോശുവ. കാരണം ഇസ്രായേൽ മക്കൾക്ക് സ്വസ്ഥത വരുത്തിയത് യോശുവയാണോ. അവിടെ വെളിപ്പെടുത്തുന്നു യേശു യോശുവേക്കാൾ വലിയവൻ ഓവർ ജോഷുവ. അതിനുശേഷം ഇസ്രായേൽ മക്കൾക്ക് വളരെ വാല്യുബിൾ ഉള്ള ഒരാളാണോ അഹരോൻ മഹാപുരോഹിതൻ. അതാണ് 4-ാം അധ്യായം 14-ാം വാക്യം മുതൽ 7-ാം അധ്യായം 18-ാമത്തെ വാക്യം വരെ 7th chapter verse 18. അവിടെ പഠിപ്പിക്കുന്നത് യേശു അഹരോനേക്കാൾ വലിയവൻ ഓവർ ആരൻ. അഹരോനേക്കാൾ യേശു വലിയവൻ. ആറാമതായിട്ട് എബ്രായ ലേഖനം 7-ാം അധ്യായം 19-ാമത്തെ വാക്യം മുതൽ ഹീബ്രൂസ് chapter 7 verse 19 onwards. Chapter 10 verse 39, 10-ാം അധ്യായം 39-ാമത്തെ വാക്യം വരെ നമ്മൾ കാണുന്നത് ഓവർ ദ ഹോൾ റിച്വൽസ് ഓഫ് ജൂഡായിസം. യഹൂദ മതത്തിലെ സകല ആചാരങ്ങളെക്കാൾ ഉന്നതമായത്. ഓവർ ദ ഹോൾ റിച്വൽസ് ഓഫ് ജൂഡായിസം. യഹൂദ മതത്തിലെ സകലവിധമായിരിക്കുന്ന ആചാരങ്ങളെക്കാൾ വലിയവൻ. നമ്മൾ ഇവിടെ ഈ ദിവസങ്ങൾ തൊട്ട് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് അവസാനമായിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് ആണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നു, അവിടെ പറയപ്പെടുന്ന 18-ാമത്തെ വാക്യം 1, അതിൻ്റെ അവസാന വാക്യം നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നിവയ്ക്കും അടുക്കലല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെയോ ഒന്നല്ല വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് 24-ാമത്തെ വാക്യം അവസാനിപ്പിക്കുന്ന ഭാഗിപ്പാര പറയുന്നു അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഇന്നടത്തോട്ടല്ല നിങ്ങൾ വന്നിരിക്കുന്നത്, എന്നാൽ ഇപ്പോൾ പറയുന്നു നിങ്ങൾ ഇന്നടത്തേക്കാണ് വന്നിരിക്കുന്നത്. എവിടോട്ടാണ് വന്നിരിക്കുന്നല്ല എന്ന് പറയുന്നത് പഴയ നിയമ ആചാരങ്ങളിലേക്ക്, പഴയ നിയമത്തിന്റെ അടുക്കിലേക്ക്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രസൻസിലേക്ക് വരുന്നതിന്റെ വ്യത്യാസമാണ് നമ്മളിവിടെ പഠിക്കുവാൻ പോകുന്നത്. ദ പ്രസൻസ് ഓഫ് ഗാഡ്, ദ കോൺട്രാസ്റ്റ്. ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തമ്മിലുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുമ്പോഴുള്ള വ്യത്യാസങ്ങൾ, അതാണ് പ്രധാനമായിട്ട് ഈ ഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുവാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നവരും പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നവരും ആ കടന്നു വരുന്ന സ്ഥാനത്തിന്റെ വ്യത്യാസം, അതിൻ്റെതായിരിക്കുന്ന വാല്യൂ ആണോ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ അവസാനമായിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് ആണ് നമ്മൾ കാണുന്നത്. ഒന്ന് നോട്ട് ചെയ്താട്ട് നമ്മൾ ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് ദ കോൺട്രാസ്റ്റ് ഓഫ് ദ മാനിഫെസ്റ്റേഷൻ, ദ കോൺട്രാസ്റ്റ് ഓഫ് ദ മാനിഫെസ്റ്റേഷൻ of the presence of God in the Old Testament. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുന്ന, ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന അവസ്ഥ. അത് ആരുടെ പൊസിഷനാണോ? ഇസ്രയേൽസ് പൊസിഷൻ, ഇസ്രയേൽ മക്കളുടെ അവസ്ഥ. എന്നാൽ എന്തിനെ കോൺട്രാസ്റ്റ് ചെയ്യുന്നു? And the manifestation of the presence of God in the New Testament. പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ തമ്മിലുള്ള വലിയ വ്യത്യാസമാണോ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഇതാണ് നമ്മൾ എബ്രായ ലേഖനത്തെ നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള അവസാനപരമായിരിക്കുന്ന ഒരു കോൺട്രാസ്റ്റ് ആണോ നമ്മളിവിടെ പഠിക്കുവാൻ പോകുന്നത്. പഴയ നിയമത്തിൽ എന്തായിരുന്നു, ആരുടെ അടുക്കിലേക്ക് അവർ കടന്നു വന്നു, എങ്ങനെയുള്ള സ്ഥലത്തിലേക്ക് കടന്നു വന്നു. പുതിയ നിയമത്തിൽ നമ്മൾ എങ്ങനെയുള്ള സ്ഥലത്തിലേക്കാണ് കടന്നു വരുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഒരിക്കൽ കൂടെ വായിച്ചിട്ട് 18-19 വാക്യത്തിലേക്ക് കടന്നു വന്നാൽ വേഴ്സ് 18 and 19. പ്രധാനമായിട്ട് പഴയ നിയമത്തിൽ ദൈവത്തെ എതിരേൽപ്പാൻ, ഇവിടെ നിങ്ങൾക്കറിയാം ഈ ഒരു പ്രത്യേകമായിരിക്കുന്ന ഭാഗം വെളിപ്പെടുത്തുന്നത് ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രൈമിൽ നിന്ന് വിളിച്ചു വേർതിരിച്ച്
അവരെ മരുഭൂമിയിൽ കൂടെ കൊണ്ടുവന്ന് ദൈവം മോശയ്ക്ക് വിളിക്കുന്ന സമയത്ത് തന്നെ മോശയ്ക്ക് ദൈവം കൊടുത്ത അരുളപ്പാടിൻ പ്രകാരമായിട്ട് മോശയോട് ദൈവം പറഞ്ഞു, ഈ പർവ്വതത്തിൽ നീ ജനത്തെയും കൊണ്ടുവന്ന് ആരാധിക്കുമെന്ന് ദൈവം കൊടുത്ത വചനത്തിന്റെ നിവർത്തീകരണം നടക്കേണ്ടതിനു വേണ്ടി സീനായ് മലയിലേക്ക് ഇസ്രായേൽ മക്കളെ കൂട്ടിക്കൊണ്ടുവരികയാണ് മോശ ചെയ്തത്. ദൈവത്തിന്റെ ആ വചനത്തിന്റെ നിവർത്തീകരണം അവിടെ നടക്കുവാൻ പോകുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വന്നാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന ഒരു ചാപ്റ്റർ. നിങ്ങൾ വളരെയധികമായിട്ട് ഇത് വായിച്ചു കഴിയുന്നത് വളരെ അനുഗ്രഹമായിരിക്കും. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം, എക്സോഡസ് ചാപ്റ്റർ 19 വേഴ്സ് 17, 17-ാമത്തെ വാക്യം. വെരി ബ്യൂട്ടിഫുൾ. ദൈവത്തെ എതിരേൽപ്പാൻ. അപ്പോൾ ഇവരെ മോശ കൊണ്ടുവന്ന് സീനായ് പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ, സീനായ് പർവ്വതത്തിന്റെ എതിർഭാഗത്ത് നിർത്തിയിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുവാനാണ് പോകുന്നത്? മോശ ദൈവത്തെ എതിരേൽപ്പാനായിട്ട് പോകുകയാണ്. ആരോടുകൂടെ? ഹോൾ ഇസ്രായേലൈറ്റ്സോടുകൂടെ. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുന്ന ഒരു വിഷയമാണ് നമ്മുടെ മുൻപിൽ ചിന്തയ്ക്ക് കാരണമായി തീർന്നത്. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക്, ദൈവത്തിന്റെ അടുക്കിലേക്ക് അവർ കടന്നു വരുന്നു. ദൈവത്തിന്റെ പ്രസൻസിലേക്ക് അവർ കടന്നു വരുന്നു. എങ്ങനെയാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് അവർ കടന്നു വരുന്നത്? എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ട് നമ്മൾ എബ്രായലേഖനം നമ്മൾ പഠിക്കുന്ന സമയത്ത് 7 പ്രത്യേകമായിരിക്കുന്ന കാര്യങ്ങളാണ് ദൈവത്തെ എതിരേൽപ്പാൻ തക്കവണ്ണം അവർ കടന്നു വന്നപ്പോൾ സംഭവിച്ചു എന്ന് നമ്മൾ കാണുന്നത്. 7 മേജർ ഇൻസിഡൻസ്, 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ നടക്കുവാനായിട്ടിടയായിത്തീർന്നത്. നിങ്ങൾക്കറിയാം, ദൈവത്തിന്റെ പ്രസൻസ് അവിടെ കടന്നു വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവം വ്യക്തമായിരിക്കുന്ന ചില നിബന്ധനകൾ ഇസ്രായേൽ മക്കൾ കൊടുക്കുവാൻ കാരണമായി തീർന്നു. എങ്ങനെയെങ്കിലും ഇന്ന് വാസ്തവത്തിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഞാനും നിങ്ങൾ ചെല്ലുന്നത് പോലെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ തക്കോണം അന്നവർക്ക് സാധ്യമായിരുന്നില്ല. ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കോണം അവർ ആഗ്രഹിച്ചപ്പോൾ ദൈവം ചില റെസ്ട്രിക്ഷൻസ് ഒക്കെയും ദൈവം വെച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കരങ്ങളുയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടോ. എന്തൊക്കെയാണ് ദൈവം വെച്ചതായിരിക്കുന്ന നിബന്ധനകൾ? ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് സ്ഥൂലമായത് എന്ന് പറഞ്ഞാൽ നോട്ട് ടു ബി ടച്ച്ഡ്, തൊടുവാൻ പാടില്ല. നോട്ട് ടു ബി ടച്ച്ഡ്. അതാണ് ഇബ്രാലേഖനം നമ്മൾ 12-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം നമ്മൾ കാണുന്നത്. നോട്ട് ടു ബി ടച്ച്ഡ്. രണ്ടാമത്തെ പ്രത്യേകത ബേൺ വിത്ത് ഫയർ, തീ കത്തുന്നതുമായിരിക്കുന്ന ഒരു പർവ്വതം. അപ്പോൾ ഒന്ന്, പർവ്വതത്തെ തൊടുവാൻ സാധ്യമല്ല. ഇറ്റ്സ് എ മെറ്റീരിയൽ പർവ്വതമാണ്, എന്നാൽ അതിനെ തൊടുവാനായിട്ട് സാധ്യമല്ല. രണ്ടാമത്തെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ പ്രത്യേകത ഫിൽഡ് വിത്ത് ക്ലൗഡ്, മേഘത്താൽ നിറയപ്പെട്ടിരിക്കുന്നു. മേഘം കൊണ്ട് സീനായ് പർവ്വതം മൂടപ്പെട്ടിരിക്കുന്നു. നാലാമത്തത് അന്ധതമസ്, ഇരുട്ട് അവിടെ കടന്നു വന്നിരിക്കുന്നു, ഡാർക്ക്നെസ്. 5 ടെമ്പസ്റ്റ്, കൊടുങ്കാറ്റ്. 6 ദ സൗണ്ട് ഓഫ് ട്രംപറ്റ്, കാഹളനാദം. 7 വോയിസ് ഓഫ് വേർഡ്സ്, ദൈവത്തിന്റെ ശബ്ദം. ഈ 7 കാര്യങ്ങളാണ് ഇസ്രായേൽ മക്കൾ ദൈവത്തെ എതിരേൽപ്പാൻ തക്കവണ്ണം കടന്നു വന്നപ്പോൾ അവർക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നത്. നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഇത് ഏത് സംഭവത്തെക്കുറിച്ച് പറയുന്നു? ഇത് പറയുന്നത് മൗണ്ട് സിനായ്. നോട്ട് ചെയ്താണ് 18-ാമത്തെ വാക്യം അതുകൊണ്ട് വെളിപ്പെടുത്തുന്നത് സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും. അപ്പോൾ ആ പർവ്വതം എന്ന് പറയുന്നത് മൗണ്ട് സിയോൺ, മൗണ്ട് സീനായ്. എന്നാൽ പുതിയ മക്കൾ, പുതിയ നമ്മ വിശ്വാസി കടന്നു വന്നിരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് വേഴ്സ് 22, 22. പിന്നെയോ സിയോൻ പർവ്വതം, മൗണ്ട് സയോൺ.
രണ്ട് പ്രത്യേകമായിരിക്കുന്ന സ്ഥാനങ്ങളിലേക്കാണ് ദൈവത്തെ സ്വീകരിപ്പാനായിട്ട് പഴയ നിയമത്തിലും പുതിയ നിയമ വിശ്വാസികളും ചെല്ലുന്നത്. പഴയ നിയമത്തിലെ വിശ്വാസികൾ ചെന്ന സ്ഥലം, പ്രത്യേകിച്ച് എബ്രാലേഖനം വെളിപ്പെടുത്തിയത് സീനായ് മലയിൽ നടന്ന വിഷയത്തെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ, പുതിയ നിയമ വിശ്വാസികൾ കടന്നു ചെല്ലുന്ന സ്ഥലമെന്ന് പറയുന്നത് മൗണ്ട് സയോൺ. മൗണ്ട് സയോൺ ഒന്ന് സീനായ് മലയിലേക്ക് കടന്നു ചെല്ലുന്നു. നമുക്കറിയാം, ഇവിടെ നമ്മൾ പറയപ്പെടുന്ന പർവ്വതം എന്ന് പറയുന്നത്, മൗണ്ട് എന്ന് പറയുന്നത് ഒരു ലിറ്ററൽ മൗണ്ടൻ അല്ല, പിന്നെയോ ഒരു സ്പിരിച്വൽ മൗണ്ടൻ ആണ്. ഒരാത്മീയമായിരിക്കുന്ന ഒരു പർവ്വതത്തിലേക്കാണോ നമ്മൾ കടന്നു വരുവാൻ പോകുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്ലാസ്സുമായിരിക്കും. അപ്പോൾ പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ ദൈവത്തെ എതിരേൽക്കുവാൻ കടന്നു ചെന്ന സ്ഥലം എന്ന് പറയുന്നത് സീനായ് മലയിലേക്കായിരിക്കുമ്പോൾ, ഇന്ന് പുതിയ നിയമത്തിലെ ദൈവമക്കൾ കടന്നു ചെല്ലുന്ന സ്ഥലമെന്ന് പറയുന്നത് മൗണ്ട് സീനായിലേക്കല്ല ചെല്ലുന്നത്, മൗണ്ട് സയോണിലേക്കാണ് ചെല്ലുന്നത്. ZION. എന്താണ് ഇതിന്റെ പ്രത്യേകത? അതിന്റെ പ്രത്യേകതകൾ നമുക്ക് ഒത്തിരി കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തെ എതിരേൽക്കുവാൻ തക്കവണ്ണം ദൈവം ഇസ്രായേൽ മക്കളെ കുറിച്ച് ആഗ്രഹിച്ചപ്പോൾ ദൈവം വെച്ച നിബന്ധനകൾ വളരെ പ്രാധാന്യമാണ്. ഈ പ്രത്യേകമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടതായിരിക്കുന്ന ദൈവത്തിന്റെ തീയ് ആ പർവ്വതം നിറഞ്ഞു നിൽക്കുന്നതും, മേഘ തമസ് കൊണ്ട് സീനായ് പർവ്വതം മൂടിയിരിക്കുന്നതും, അന്ധതമസ് കൊണ്ട് അവിടെ നിറയപ്പെട്ടിരിക്കുന്നതും, പുക കൊണ്ട് അവിടെ നിറയപ്പെട്ടതുമായിരിക്കുന്ന വിഷയങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ അതെല്ലാം ഒരു കാര്യത്തെ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ പ്രസൻസ് അവിടെ കടന്നു വന്നുള്ളത് വെളിപ്പെടുകയാണ്. The presence of God manifested in that particular place. ദൈവത്തിന്റെ പരിശുദ്ധമായിരിക്കുന്ന സാന്നിധ്യം ആ പർട്ടിക്കുലർ സ്ഥലത്ത് വെളിപ്പെട്ടതിന്റെ പ്രത്യക്ഷമായിരിക്കുന്ന പ്രകടനമായിരിക്കുന്ന തെളിവുകളാണോ നമ്മൾ ഈ കാണുവാനായിട്ടിടയായിത്തീരുന്നത്. ഇവിടെ എല്ലാം നമ്മൾ നോക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന 3 സ്വഭാവങ്ങളെയാണ് ഇവിടെ ഈ ദൈവത്തിന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് എന്റെ ചിന്താ വിഷയം അതാണ്. ഈ പ്രത്യേകമായിരിക്കുന്ന ദൈവം സീനായ് മലയിലേക്ക് കടന്നു വന്നപ്പോൾ ഇത്രമാത്രം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദൈവം ഈ സീനായ് മലയിലേക്ക് കടന്നു വരുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ 3 പ്രത്യേകമായിരിക്കുന്ന സ്വഭാവങ്ങൾ, അതാണ് നമ്മൾ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന്റെ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ഇസ്രായേൽ മക്കൾ സീനായ് മലയിലേക്ക് അടുത്തു വരിക എന്ന് പറയുന്നത് ഒരു എളുപ്പ വിഷയമായിരുന്നില്ല. ഇസ്രായേൽ മക്കൾ സീനായ് മലയിലേക്ക് കടന്നു വന്നു എന്നുള്ള സത്യമാണ്. ദൈവം ഇവരെ കടന്നു വരുന്നതിന് മുമ്പ് അവർ രക്ഷിക്കപ്പെട്ടവരാണ് എന്നുള്ളത് ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുന്നു. അവർ അബ്രഹാമിന്റെ സന്തതിയാണെന്നുള്ളത് ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുന്നു. ദൈവത്തോട് അവർ ബന്ധപ്പെട്ടവരാണെന്ന് ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുന്നു. അത് മാത്രമല്ല, അവർ ചെങ്കടൽ ക്രോസ് ചെയ്തവരാണെന്ന് ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുമ്പോൾ അവർ ദൈവത്തോടും അവർ മോശയോടും ചേരുവാനായിട്ട് ഇടയായിത്തീർന്നവർ ഒരു പർട്ടിക്കുലർ ഗണമായിട്ട് ദൈവം അവരെ കാണുവാൻ ഇടയായിത്തീരുക. നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഈ ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത് യഥാർത്ഥമായിരിക്കുന്ന വേർപാടിലേക്ക് കടന്നു വന്ന് നിൽക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം അവരെ കുറിച്ച് നോക്കിക്കൊണ്ട് പറയുവാനായിട്ട് ഒരു വേർഡുണ്ട്. 19-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം തിരക്കൊന്ന് കടന്നു വന്നാൽ 19-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, വേഴ്സ് 3, 4-ാമത്തെ വാക്യം, വേഴ്സ് 4. ഞാൻ മിസ്രൈമ്യരോട് ചെയ്തതും ശ്രദ്ധിക്കണം നിങ്ങൾ ഈ ഭാഗം. ദൈവം ഇസ്രായേൽ മക്കളെ നോക്കൊണ്ട് പറയുകയാണ്, ഞാൻ മിസ്രൈമ്യരോട് ചെയ്തു. എന്ത് ചെയ്തു? 10 ബാധകൾ അവരുടെ മേൽ അയച്ചു. എന്തിനാ അയച്ചത്? ദൈവം സ്നേഹിക്കുന്ന ജനത്തെ വിട്ടയക്കേണ്ടതിനോ, ദുഷ്ടൻ പിടിച്ചു വച്ചിരിക്കുന്ന സ്ഥാനത്ത് ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിനോ, ദുഷ്ടൻ വിട്ടുകൊടുക്കേണ്ടതിനോ, ദൈവത്തിന്റെ മക്കൾക്ക് ബലമില്ലാതായപ്പോൾ അവരെ വിടുവിക്കേണ്ടത് സ്വർഗ്ഗത്തിലെ ദൈവത്തിന് ഹിതമാകിയാൽ സ്വർഗ്ഗത്തിലെ ദൈവം അവരെ വിടുവിക്കേണ്ടതിനോ ദൈവം തന്റെ ഭുജബലം വെളിപ്പെടുത്തി എന്ന് ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം ദൈവമക്കൾ നമ്മൾ മനസ്സിലാക്കണം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ആഗ്രഹമാണ് എന്നെയും നിങ്ങളെയും വിട്ടയക്കുക എന്നുള്ളത്. ദൈവത്തിന്റെ ആഗ്രഹമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങൾ കെട്ടപ്പെട്ട
കെട്ടപ്പെട്ടതായി കിടക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നില്ല. കെട്ടിവെച്ച് കിടക്കുവാൻ, ബന്ധനസ്ഥരായി കിടക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഞാനും നിങ്ങളോട് ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗ്ഗത്തിലെ ദൈവമായിരിക്കും ശത്രുവിന്റെ തലയെ തകർത്തുകൊണ്ട് ദൈവത്തിലെ ജനത്തെ വിടുവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. എന്നാൽ ഞാനും നിങ്ങളും കെട്ടപ്പെട്ട് കിടക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലൈഫ് ലോങ് എനിക്ക് നിങ്ങൾക്ക് കെട്ടപ്പെട്ട് കിടക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തെ ആരാധിക്കേണ്ട ദൈവത്തിന്റെ ഹിതമാണോ? അതിനുവേണ്ടി ദൈവമാണ് വഴിയൊരുക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം പറഞ്ഞു, ഞാൻ മിസ്രൈമ്യരോട് ഞാൻ എന്ത് ചെയ്തു? രണ്ടാമത് പറയുന്നൊരു വേർഡുണ്ട്, കഴുകൻ തന്റെ കുഞ്ഞിനെ ചെറുകിന്മീതെ വഹിച്ചുകൊണ്ട് വരുന്നത് പോലെയാണ് ഞാൻ നിങ്ങളെ ഇവിടെ വരെ കൊണ്ടുവന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവരുടെ കാലുകളാണ് മരുഭൂമിയിലെ ചവിട്ടുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇവരാണ് സമുദ്രത്തിന്റെ മുൻപിൽ നിന്നുമ്പോൾ വാവിട്ട് നിലവിളിക്കുവാൻ ഇടയായിത്തീർന്നത്. എന്നാൽ അവർ ഒരു കാര്യം സ്വർഗ്ഗത്തിലെ ദൈവം അവർ മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, മറ്റൊന്നുമല്ല. നിങ്ങൾ ആ പ്രതികൂലങ്ങൾ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും, ആ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ, നിങ്ങൾക്ക് കടക്കുവാൻ സാധ്യമല്ലാത്തത് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന സ്ഥാനത്തും ഞാൻ നിങ്ങളെ ഒരു കഴുകൻ തന്റെ കുഞ്ഞിനെ ചെറുകിന്മീതെ വഹിച്ചുകൊണ്ട് പോകുന്നത് പോലെ ഞാൻ നിങ്ങളെ ഇവിടെ വരെ കൊണ്ടുവന്നു. ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കണം, എന്റെ മുൻപിൽ നിൽക്കുന്ന ഏത് പ്രതികൂലമായിരുന്നാലും ഞാൻ എല്ലാ പ്രതികൂലങ്ങൾ കൂടെ മുൻപോട്ട് കടന്നു പോകുന്നത് സ്വർഗ്ഗത്തിലെ ദൈവം കഴുകൻ തന്റെ കുഞ്ഞിനെ വഹിക്കുന്നത് പോലെ എന്നെയും നിങ്ങളെ വഹിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളത് ഞാനും നിങ്ങളെ മനസ്സിലാക്കുന്നത് വളരെ ആവശ്യമാണ്. എന്റെ കാലുകളല്ല താഴെ മുട്ടുന്നത്, സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കാൽപ്പാടുകളാണ്. എന്നെ താങ്ങിക്കൊണ്ട് നിൽക്കുന്ന കാൽപ്പാടുകളാണ് ഞാൻ കാണുവാൻ ഇടയായിത്തീർന്നത്. എന്തിനാ ദൈവം ഇതൊക്കെ ചെയ്തത്? എന്താ ദൈവം ആഗ്രഹിക്കുന്നത്? അതാണ് വളരെ ബ്യൂട്ടിഫുൾ. വായിച്ചിട്ട് അതിന്റെ 6-ാമത്തെ വാക്യം, അതിന്റെ 5-ാമത്തെ വാക്യം, വേഴ്സ് 5. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണത്. എല്ലാവരും അണ്ടർലൈൻ ചെയ്താട്ട്. നിങ്ങൾ എന്റെ വാക്ക് കേട്ടനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ, പ്രൈസ് ഗോഡ്, ഈ 2 കാര്യം ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമെങ്കിൽ ദൈവത്തിന്റെ ട്രഷർ ആയിരിക്കും ഞാൻ. ഈ 2 കാര്യമാ ദൈവം ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവം അവിടെ പറയപ്പെടുന്ന കാര്യം ഇതാണ്, എന്റെ വാക്ക് കേട്ടനുസരിക്കണം, എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യണം. ഇത് 2ഉം നിങ്ങൾ ചെയ്യുമെങ്കിൽ ഭൂമിയുള്ള സകല ജാതികളിൽ വെച്ച് നിങ്ങൾ എനിക്ക് വിശേഷ സമ്പത്തായിരിക്കും. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞു. ദൈവം പറയുക, ദൈവത്തിന്റെ സമ്പത്തായിരിക്കും ഞാൻ. ദൈവത്തിന്റെ സമ്പത്തായി ഞാൻ മാറ്റപ്പെടണമെങ്കിൽ എന്തേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ? ദൈവത്തെ അനുസരിക്കുവാനുള്ള ഒരുക്കം. ഇതിനപ്പുറത്ത് ദൈവം ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അരുമനാഥനാകുന്ന യേശു ഇപ്രകാരം പറഞ്ഞു, നിന്റെ നിക്ഷേപം എവിടെ ഇരിക്കും അവിടെ നിന്റെ ഹൃദയം ഇരിക്കും. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ നിക്ഷേപമാണ് ഞാനെങ്കിൽ ദൈവത്തിന്റെ ഹൃദയം എന്നിലായിരിക്കുമായിരിക്കുന്നത്. ദൈവത്തിന്റെ ഹൃദയം നമ്മിലായിരിക്കുമായിരിക്കുന്നത്. ദൈവം നമ്മളെ കൈവിട്ട് കളയുന്ന ഒരു ദൈവമല്ല. അതുകൊണ്ട് താഴെ ദൈവം പറഞ്ഞത്, നിങ്ങൾ എനിക്ക് ആരായിരിക്കും? ഒരു രാജകീയ പുരോഹിത വർഗമായിരിക്കും. ഭൂമിയിലെ സകല ജനത്തിലും ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന പ്രൊട്ടക്ഷൻ, ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന പ്രവർത്തനം നമ്മൾ അനുഭവിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ദൈവത്തിന് മുൻപാകെ ഒരു തീരുമാനം, സമർപ്പണവും നമ്മൾ എടുക്കുക. എന്റെ ദൈവമേ, നിന്നെ പൂർണ്ണമായിട്ട് അനുസരിച്ച് നിന്റെ പാതകൾ പിന്തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെയാണ് അത്ഭുതങ്ങളുടെ പിന്നാലെ അത്ഭുതങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. ഒരിക്കൽ പോലും, ഒന്നിൽ പോലും ദൈവം നമ്മളെ പരാജയപ്പെടുത്തുകയില്ല. സകല വിഷയത്തിന്മേലും അവൻ വിജയം തരുന്നൊരു ദൈവമാണ്. ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന സമ്പത്ത്, നിങ്ങൾ ആ ഭാഗം നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രമാത്രം ബ്യൂട്ടി
ഉണ്ട് ആ പർട്ടിക്കുലർ വേർഡിന്. എന്നാൽ ഇപ്രകാരമുള്ള ഈ ജനത്തെ ഇവര് ദൈവത്തെ എതിരേൽപ്പാൻ തക്കവണ്ണം ദൈവം കൂട്ടിക്കൊണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞ വേർഡ് ഇതാണ്. അതിന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞു വന്നത്, ദൈവം തന്റെ ചെറിയിൻ മീതെ വഹിച്ചുകൊണ്ട് വന്നവർ, മിസ്രൈമിൽ ദൈവത്തിന്റെ അത്ഭുതം കാണിച്ചു കൊണ്ടുവന്നവരെ ദൈവത്തെ എതിരേൽപ്പാനായിട്ട് അങ്ങോട്ട് കടന്നു ചെല്ലുവാനുള്ള സമയം കടന്നു വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒത്തിരി മാനദണ്ഡങ്ങൾ അവിടെ അങ്ങ് കൽപ്പിക്കുകയുണ്ടായി. വളരെ ഈസി ആയിട്ട് അവർക്ക് അങ്ങോട്ട് ചെല്ലുവാനായിട്ട് സാധ്യമായിരുന്നില്ല. അവർ നിൽക്കുന്നത് സീനായ് മലയുടെ എതിർഭാഗത്താണ്. സീനായ് മലയിലാണ് സ്വർഗസ്ഥനാർക്ക് ദൈവം എഴുന്നള്ളി വരുവാൻ പോകുന്നത്. എഴുന്നള്ളി വരുന്നതിന്റെ സമയം ദൈവം അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം വെളിപ്പെടുത്തിയ സമയം എന്ന് പറയുന്നത്, ദൈവം പറഞ്ഞു ഇവരെ ഈ സീനായ് മലയുടെ അടിവാരത്തിലേക്ക് കടന്നു വന്ന സമയം എന്ന് പറയുന്നത് മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചതിന്റെ 3-ാമത്തെ മാസം 1-ാം തീയതിയാണോ അവരും ഈ സീനായ് മലയുടെ എതിർഭാഗം കടന്നു വന്നത്. 3-ാം മാസത്തിന്റെ 1-ാം തീയതി എന്ന് പറഞ്ഞാൽ ഇതുവരെ അവർ ചെയ്ത യാത്ര എന്ന് പറയുന്നത് 14-ാം തീയതി രാത്രി തുടങ്ങിയ യാത്രയാണ്. ആ മാസത്തിന്റെ 16 ദിവസവും 2-ാമത്തെ മാസത്തിന്റെ 30 ദിവസം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 46 ദിവസത്തെ യാത്ര കഴിഞ്ഞാണ് ഇപ്പോൾ ഇവർ സീനായ് മലയുടെ എതിർഭാഗത്ത് നിൽക്കുന്നത്. ഇവിടെ ദൈവം എഴുന്നള്ളി വരുവാൻ പോകുകയാണ്. ദൈവം എഴുന്നള്ളി വരുവാൻ പോകുന്നതിന് മുമ്പ് ദൈവം ഒരു കാര്യം ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ഈ ദൈവത്തെ ഒന്ന് എതിരേൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ പോയി നിങ്ങൾക്ക് ഈ ദൈവത്തെ എതിരേൽക്കുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ 3 ദിവസം നിങ്ങളെ തന്നെ വേർപെടുത്തി നിങ്ങൾ ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, അടുത്ത 3 ദിവസം അവർക്ക് ശുദ്ധീകരണത്തിന്റെ ദിവസമാണ്. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം, ഇപ്പം ദിവസം എത്രയായി? 46, 3, 49. 49-ാമത്തെ ദിവസം കഴിയുമ്പോൾ മാത്രമേ ദൈവത്തെ എതിരേൽക്കുവാൻ അവർ ശുദ്ധീകരണം തികയത്തുള്ളൂ. 46 ദിവസവും അടുത്ത 3 ദിവസവും. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? 50-ാമത്തെ ദിവസമാണ് കടന്നു വരുന്നത്. അതാണ് പെന്തിക്കോസ് പെരുന്നാൾ എന്ന് പറയുന്നത്. അതാണ് പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഉയർക്കപ്പെട്ടതിന് ശേഷം 40 നാൾ ഈ ലോകത്തിൽ ജീവിച്ച് ലോകത്തിലായിരുന്നു കൊണ്ട് തന്റെ ശിഷ്യന്മാർക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിനു ശേഷം 40-ാം നാൾ ഈ കർത്താവായ യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്യുവാൻ ഇടയായിത്തീർന്നു. എന്നിട്ട് കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോകുന്നത് പ്രയോജനമാണ്, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് അയക്കുവാൻ പോകുന്ന കാര്യസ്ഥന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് സംഭവിച്ചു? പെന്തിക്കോസ് നാൾ വന്നപ്പോൾ അവ കൂടിയിരുന്ന സ്ഥലമെല്ലാം കുലുങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നു. പഴയ നിയമത്തിൽ പെന്തിക്കോസ് നാളിലാണ് സ്വർഗത്തിലെ ദൈവം സീനായ് മലയിലേക്ക് കടന്നു വന്നത്. പുതിയ നിയമത്തിൽ പെന്തിക്കോസ് നാളിലാണ് പരിശുദ്ധാത്മാവാം ദൈവം ലോകത്തിലേക്ക് കടന്നു വരുവാൻ കാരണമായി തീർന്നത്. ഇതൊന്നും വെറുതെ അങ്ങ് കാട്ടിക്കൂട്ടി ചെയ്തതല്ല. അനാദികാലം മുൻപ് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഡിക്ഷണറിയിൽ എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. മനുഷ്യൻ എത്രമാത്രം പ്ലാനുകൾ ചെയ്താലും ആ പ്ലാനുകൾ അല്ല നിറവേറ്റപ്പെടുവാൻ പോകുന്നത്. ദൈവത്തിന്റെ പദ്ധതിയാണ് നിറവേറ്റപ്പെടുവാൻ പോകുന്നത് എന്നുള്ളത് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ. ഇതിൽ കൂടി എനിക്ക് സന്തോഷിക്കുവാൻ ഒരു വകയുണ്ട്. ലോകത്തിന്റെ മനുഷ്യന്റെ കണക്കുകളല്ല എന്റെ ജീവിതത്തിൽ കൂടെ നടക്കുന്നത്. എന്റെ ജീവിതത്തിലൂടെ ഏതെങ്കിലും കണക്കുകൾ നടക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി എഴുതി കൂട്ടിവെച്ചിരിക്കുന്ന കണക്കുകൾ മാത്രമേ നടക്കുകയുള്ളൂ. ലോകത്തിലെ ഒരു രാജാവിനോ ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ എന്റെ ബോസിനോ അല്ല എന്റെ മേൽ അധികാരമുള്ളത്. സ്വർഗത്തിലെ ദൈവമാണ് എന്നെ നിയമിച്ചാക്കിയിരിക്കുന്നത്. സ്വർഗത്തിന്റെ ദൈവത്തിന്റെ കരങ്ങളാണ് ഞാൻ ആയിരിക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടം തന്നെ ആയിരിക്കും എന്നിലും നിങ്ങൾക്കൂടെ വെളിപ്പെടുവാൻ പോകുന്നത്. അതുകൊണ്ട് ചിന്തിച്ചോണം, മറ്റാരുടെ എല്ലാം പദ്ധതികൾ നോക്കിയാലും ഒരു പക്ഷെങ്കിൽ ഹാഗാന് ചെയ്യുവാൻ സാധിക്കും. നിന്നെ കൊല്ലുവാൻ തക്കണ ഒരു കഴുകുമരം ഉണ്ടാക്കി അതിന്മേൽ കൊല്ലുവാനായിട്ട് നിന്നെ പ്ലാൻ ചെയ്യുവാൻ സാധിക്കും. പക്ഷെ കൊല്ലണമെന്നുള്ള സ്വർഗത്തിലെ ദൈവത്തിന്റെ നിഘണ്ടുവിലില്ല എങ്കിൽ നിന്നെ കൊല്ലുവാൻ ഒരു ഹാമാനും സാധ്യമല്ല. എന്താ വേണ്ടത്? ദൈവത്തിന്റെ മക്കളുടെ ജീവിതത്തില് ദൈവം എന്ത് ചെയ്തു? ദൈവം എല്ലാം കണക്ക് കൂട്ടി വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് ദൈവം കാര്യങ്ങൾ മുൻപോട്ട് ചെയ്യുക. ദൈവം മോശയോട് പറഞ്ഞു, 3 ദിവസം ഒക്കെ ശുദ്ധീകരണത്തിന് വേണ്ടി 3 ദിവസം കഴിയുമ്പോൾ ഞാൻ സീനായ് മലയിലേക്ക് ഇറങ്ങി വരുവാൻ പോകുകയാണ്. ദൈവത്തെ എതിരേൽക്കുവാനാണ് ഇപ്പോൾ ഇസ്രായേൽ മക്കൾ ഒരുക്കപ്പെടുന്നത്. കഴിഞ്ഞ 3 ദിവസം അവർക്ക് ഇതുവരെ ഈ സംഭവങ്ങളൊന്നും അറിയത്തില്ല. 46-ാമത്തെ ദിവസത്തിൽ അവർ സീനായ് മലയുടെ
ഭാഗത്ത് വന്നിങ്ങനെ ഇരിക്കുക. എന്തൊക്കെയോ സംഭവിക്കാനായിട്ട് മോശ ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ ദൈവം നിങ്ങളുമായിട്ട് ബന്ധപ്പെടാനായിട്ട് സ്വർഗത്തിൽ നിന്ന് കടന്നു വരുവാൻ പോകുക. നിങ്ങൾ മനസ്സിലാക്കണം, ആരായി ദൈവം? സ്വർഗസ്ഥനായ ദൈവം എന്ത് ചെയ്യാൻ പോകുന്നു? നിങ്ങളുടെ നടുവിലേക്ക് അഥവാ ഈ സീനായ് മലയിലേക്ക് കടന്നു വരുവാൻ പോകുക. എല്ലാവർക്കും വളരെ ആഗ്രഹമുണ്ടായി. everyone expecting that. എല്ലാവരും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വരവിനെ, ദൈവത്തെ സ്വീകരിക്കുവാൻ ഒരുക്കപ്പെടുക. കഴിഞ്ഞ 3 ദിവസക്കാലം ഏതെല്ലാം രീതിയിൽ വിശുദ്ധീകരണം നടത്തണമോ ആ സകല രീതികളും വിശുദ്ധീകരിച്ച്, എനിക്ക് മറ്റൊന്നുമല്ല വേണ്ടത്, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ പ്രസൻസ്. എനിക്ക് ദൈവത്തെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഇരിക്കുന്ന ഒരു ജനത്തിന്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവം അവരുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരുത്താതെ, സ്വർഗത്തിലെ ദൈവം പെന്തക്കോസ്ത് നാളില് ആ സീനായ് മലയിലേക്ക് കടന്നു വന്നുവെങ്കിൽ ഒരു കാര്യം ദൈവമക്കൾ മനസ്സിലാക്കണം, എന്റെയും നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങൾ ദൈവത്തിന് വേണ്ടി ഞാൻ നിങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിൽ, എന്റെ ദൈവത്തിന്റെ തേജസ് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, എന്റെ ദൈവത്തിന്റെ പൊന്മുഖം ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിനനുസൃതമായിട്ട് എന്റെ ജീവിതത്തെ വേർപെടുത്തിക്കൊണ്ട് എനിക്ക് മറ്റൊന്നുമല്ല വേണ്ടത്, എന്റെ ദൈവത്തിന്റെ സാന്നിധ്യമാണ് എനിക്ക് കാണുന്നുള്ള വാഞ്ചയോട് ഇരിക്കുന്നുവെങ്കിൽ, ഞാൻ ഓർപ്പിക്കട്ടെ, ഒരിക്കൽ പോലും നമ്മെ നിരാശയിലേക്ക് വിടാത്തൊരു ദൈവമാണ് എനിക്കും നിങ്ങൾക്കുമുള്ളതെന്ന് മനസ്സിലാക്കണം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ എനിക്കും നിങ്ങൾക്ക് ഒരു താല്പര്യമുണ്ടെങ്കിൽ, ദൈവത്തെ സ്വീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു സാധാരണപ്പെട്ട രീതിയിലല്ല, ഒരു എക്സ്ട്രാ ഓർഡിനറി വേയിൽ എന്റെ ദൈവത്തെ എനിക്കൊന്ന് അനുഭവിച്ചറിയണമെന്ന ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, ആ ആഗ്രഹം സ്വർഗത്തിലെ ദൈവത്തിന് മുൻപിൽ വെക്കുമെങ്കിൽ, അതിനനുസൃതമായ പ്രിപ്പറേഷൻ എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, സ്വർഗത്തിലെ ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. ദൈവം ഒരു വ്യക്തിക്ക് മുഖപക്ഷം കാണിക്കുന്ന ഒരു ദൈവമല്ല, എന്നാൽ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവമാണോ എൻ്റെയും നിങ്ങളുടെ ദൈവം. കഴിഞ്ഞ കാലം മുതൽ പിന്നോട്ട് നോക്കിക്കൊണ്ട് ഒന്ന് പറയരുതോ, കഴിഞ്ഞ നാളിൽ ഞാൻ എന്ത് ദൈവത്തിന് മുമ്പിൽ വെച്ച് ചോദിച്ചു, ഞാൻ പോലും ആഗ്രഹിച്ചതല്ല, പ്രാർത്ഥിച്ചപ്പോൾ അറിയാതെ വന്ന വേർഡാണ്, പക്ഷെ അതെന്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം സാധിപ്പിച്ചവരെ കരങ്ങളുയർത്തി ദൈവത്തിന് മഹത്വപ്പെടുകയാണ്. എന്താ വിഷയം? എന്നാ ദൈവം മോശയോട് അരുളി ചെയ്തതുപോലെ, ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾ ഒരുക്കപ്പെടുവാനായിട്ട് കൽപ്പിച്ചു. എന്നാൽ ആ ഒരുക്കപ്പെട്ടതായിരിക്കുന്ന സ്ഥാനത്ത്, സമയത്ത് സ്വർഗത്തിലെ ദൈവം അവരുടെ നടുവിലേക്ക് എഴുന്നള്ളി വന്നു. പക്ഷെങ്കിൽ അവർ ചിന്തിച്ചതായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന രീതികളായിരുന്നില്ല ദൈവത്തിന്റെ സാന്നിധ്യം. അവർ ചിന്തിച്ചു വളരെ ഈസിയാണത്. പക്ഷെങ്കിൽ ഒരൽപ്പം കഴിഞ്ഞപ്പോ ഒരു വലിയ ശബ്ദം, കാഹളത്തിന്റെ ശബ്ദം, അതോടൊപ്പം തന്നെ ഒരു കൊടുങ്കാറ്റ്, ഒരു വലിയ തീയ നേരെ വന്ന് പർവ്വതത്തിലേക്ക് ഇറങ്ങുകയാണ്. പർവ്വതം മുഴുവൻ കത്തിക്കാടുകയാണ്, അതിന്റെ പുക കൊണ്ട് മൂടുകയാണ്. സ്വർഗത്തിലെ ദൈവം അവരോട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഒരുവൻ പോലും ഈ പർവ്വതത്തിന്റെ അടിവാരത്തെങ്കിലും തൊടുവാനിടയാകരുത്. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ്. ദൈവത്തെ എതിരേൽപ്പാനാ ചെന്നിരിക്കുന്നേ. കഴിഞ്ഞ 3 ദിവസം പൂർണ്ണമായിരിക്കുന്ന വിശുദ്ധീകരണം തങ്ങളെ തന്നെ സൂക്ഷിച്ച്, വിശുദ്ധീകരണത്തിൽ നിന്ന് കർത്താവിനെ എതിരേൽപ്പാനാണ് നിൽക്കുന്നത്. അവർക്ക് വളരെ താല്പര്യമുണ്ട് ഈ കർത്താവിൻ്റെ അടുക്കൽ കർത്താവിനെ ഒന്ന് എതിരേൽക്കുവാൻ. അതുകൊണ്ടാണ് ഇവരെല്ലാം ഇപ്രകാരം ചെയ്തത്. പക്ഷെങ്കിൽ അങ്ങോട്ട് ചെന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നതിന് മുമ്പ് ദൈവം മോശയെ വിളിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നീ പോയി ഇസ്രായേൽ മക്കളോട് ഒരു മനുഷ്യൻ പോലും പർവ്വതത്തിന്റെ അടിവാരം പോലും തൊടരുത് എന്ന് പറഞ്ഞാൽ, ഇവര് ദൈവത്തിന്റെ സാന്നിധ്യം കാണണമെങ്കിൽ ദൂരെ മാറി നിന്ന് അവര് കണ്ടോണം. അബദ്ധവശാൽ ഒരു മൃഗമാണെങ്കിലും ആ സീനായ് മലയുടെ അടിവാരം തൊടുകയാണെങ്കിൽ, ദൈവത്തിന്റെ വ്യവസ്ഥ എന്ന് പറഞ്ഞത് അതിനെ കൈകൊണ്ട് കൊല്ലരുത്, കല്ലെറിഞ്ഞ് കൊല്ലണം. മനുഷ്യന്റെ കൈ അതിന്മേൽ കടന്നു വരുവാൻ ഇടയാകരുത്. നിങ്ങൾ നോക്ക്, ഇത്രമാത്രം വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കർത്താവിനെ ഒന്ന് എതിരേൽപ്പാൻ തക്കണ ഒരുക്കത്തോടെ വന്നായിരിക്കുന്നു. അവരുടെ മുൻപിലായൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരുന്നതിന് മുൻപ് ദൈവം അവരോട് പറയുക, ഒരു മനുഷ്യൻ പോലും അത് തുടരുത്. എന്തുകൊണ്ടാ ദൈവം തൊടണ്ടെന്ന് പറഞ്ഞതിന് കാരണമുണ്ട്. ആ തീ
കാളി കത്തുന്നതായിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഇവർ കണ്ടപ്പോൾ ഇവർ വളരെ ദൂരത്ത് നിൽക്കുക. ഇവരെല്ലാവരും ഭയപ്പെട്ട് വിറയ്ക്കുക. അങ്ങോട്ട് ചെല്ലാനായിട്ടൊരു പേടി, ചെന്നെടുക്കുവാനായിട്ടൊരു ബുദ്ധിമുട്ട്. എന്താ കാരണമായി തീർന്നത്? അതിൻ്റെ നടുവിൽ വലിയ കാഹളത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അനേകായിരം ദൂതന്മാരാ സീനായ് മലയിലേക്ക് കടന്നു വന്നത്. ദൈവമാപ്പിൻ്റെയും സ്തുതി ആരാധനയുടെ നടുവിൽ വസിക്കുന്ന ദൈവത്തെ ഇവർ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് ആരാധന ഗംഭീരമായിട്ട് മുഴങ്ങുന്ന സമയത്ത് ഞാൻ വായിച്ചപ്പോൾ ആ 19-ാം അധ്യായത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷിപ്പിച്ചു. മോശ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് അടുത്തിയെന്ന്. എന്നിട്ട് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ദൈവം മോശയോട് ഉത്തരമരുളി. ഹോളി സ്പിരിറ്റ് ഒന്ന് വായിച്ചു. എന്നെ അത് വളരെ ചിന്തിപ്പിച്ചു കേട്ടോ. വായിച്ചോട്ടെ. 19-ാം അധ്യായം അതിലെ 19-ാമത്തെ വാക്യം. ശ്രദ്ധയ്ക്ക് ഭയങ്കരം കാഹളത്തിൻ്റെ സ്വരമാ. പക്ഷെങ്കിൽ ഈ ഗംഭീരനാദത്തിൻ്റെ നടുവിൽ മോശേ, നിന്റെ ശബ്ദത്തിന് എന്താ വാല്യൂ? മോശ ദൈവത്തെ വിളിച്ചെന്നല്ല പറഞ്ഞേക്കുന്നത് വേടെന്തുവാ? ദൈവം മോശയ്ക്ക് ഉത്തരമരുളി. ഇത്രയും ശബ്ദം നടക്കുമ്പോഴും ആ ദൈവത്തിന് വേണ്ടത് അത്രയും ശബ്ദമല്ല, മോശയുടെ ഒരു സ്മോൾ വോയിസ്. ദൈവത്തോട് മോശ സംസാരിച്ച ചെറിയ ശബ്ദം, ആ ശബ്ദത്തിനാണ് സ്വർഗത്തിലെ ദൈവം ഉത്തരമരുളിയത്. നിങ്ങൾ മനസ്സിലാക്കണേ, ദ ഹാർട്ട് ഓഫ് ഗാഡ്. യെശയ്യാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. മന്ദിരത്തിൻ്റെ അടിസ്ഥാനം ദൈവ തേജസ് കൊണ്ട് നിറയപ്പെട്ട, മന്ദിരം മുഴുവൻ ദൈവ തേജസ് കൊണ്ട് നിറയപ്പെട്ട് വലിയ ശബ്ദത്തോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഒരു ശാന്തമായ സ്വരം. ആരെ ഞാൻ അയക്കേണ്ടു? യെശയ്യാവിനോടായിരുന്നത്. ഈ വലിയ കാഹളത്തിൻ്റെ ശബ്ദത്തിന് നടുവിലാണ് സ്വർഗത്തിലെ ദൈവം മോശയുടെ ആ ചെറിയ ശബ്ദത്തിന് ഉത്തരമയച്ചത്. ആ ശബ്ദത്തെ ദൈവം ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. മോശയ്ക്ക് ദൈവം ഉത്തരമരുളി. എന്താ അവിടെ സംഭവിച്ചത് നിങ്ങൾക്കറിയാം. മോശയോട് എന്ത് ചെയ്യണം എന്നുള്ളത് പറയുക. ഈ ദൈവത്തിൻ്റെ ശക്തമായിരിക്കുന്ന സാന്നിധ്യം സീനായ് മലയിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ 3 പ്രത്യേക സ്വഭാവങ്ങളാണ് അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നത്. ഇതിനകത്ത് ദയനീയമായിട്ട് ഞാനൊന്ന് പറയട്ടെ, സ്നേഹത്തിൻ്റെ ഒരു കണി പോലും കാണാനില്ല. സ്നേഹത്തിൻ്റെ വാക്കുകളെ ദൈവം അവിടെ പറയുന്നില്ല. ദൈവത്തെ എതിരേൽക്കുവാൻ തക്കണം ഇവർ കടന്നു വന്നിരിക്കുന്ന ആ സ്ഥാനത്ത് ദൈവം ആരെന്ന് ദൈവം അവിടെ വെളിപ്പെടുത്തുക. ദൈവത്തിന്റെ 3 പ്രത്യേക സ്വഭാവങ്ങളെയാണോ അവിടെ വെളിപ്പെടുത്തുന്നത്. ഒന്നാമത് ദൈവം വെളിപ്പെടുത്തിയത് ദ പ്യുവർ മജസ്റ്റി ഓഫ് ഗാഡ്. ദ പ്യുവർ മജസ്റ്റി ഓഫ് ഗാഡ്. എന്താണ് പ്യുവർ മജസ്റ്റി ഓഫ് ഗാഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത്? വായിച്ചാട്ടോ, എക്സോഡസ് ചാപ്റ്റർ 19 വേഴ്സ് 3. യഹോവ പർവ്വതത്തിൽ നിന്ന് അവനോട് വിളിച്ച് ഹി കമാൻഡഡ്. ദൈവത്തിന്റെ മജസ്റ്റിയുടെ ഒന്നാമത്തെ പ്രത്യേകത, ദൈവം സോപ്പിട്ടല്ല അവിടെ സംസാരിക്കുന്നത്. ഹി കമാൻഡഡ്. ദൈവം കൽപ്പിച്ചു. ദൈവം കൽപ്പിക്കുക ചെയ്തത്. ദൈവം മറ്റൊരു രീതിയിലല്ല അവരെ അവിടെ വെച്ച് കാണുവാനായിട്ട് ഇടയായിത്തീർന്നത്. ദൈവം തന്റെ മജസ്റ്റിയിൽ, ദൈവം തന്റെ രാജകീയമായിരിക്കുന്ന പ്രൗഢിയിൽ നിൽക്കുമ്പോൾ, ദൈവം തന്റെ ദൈവമായിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നിൽക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ഒന്നാണ്, ഹി കമാൻഡ്സ്. വേറൊന്നിനും അവിടെ സ്ഥാനമില്ല. ഇവിടെ വന്നിരിക്കുന്നത് ദൈവം താനായിട്ട് കടന്നു വന്നിരിക്കുക.
ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ദൈവം തന്റെ തേജസ്സോടുകൂടെ കടന്നു വന്നിരിക്കുക. ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ദൈവം തന്റെ മഹിമയിൽ കടന്നു വന്നിരിക്കുക. ആ മഹിമയാണ് ഇതിന്റെ നടുവിൽ വെളിപ്പെടുന്നത്. ആ മഹത്വമാണ് ഇതിന്റെ നടുവിൽ കാണുവാൻ സാധിക്കുന്നത്. ആ മഹത്വം നടുവിൽ വെളിപ്പെടുമ്പോൾ അവിടെ യാതൊരു മാരിക്കുന്ന ദയയ്ക്കും അവിടെ സ്ഥാനമില്ല. പിന്നെ അവിടെ നടക്കുന്ന മുഴുവൻ എന്ത് മാത്രമേ ഉള്ളൂ? യഹോവ മോശയോട് കൽപ്പിച്ചത്, ദൈവ സാന്നിധ്യം കടന്നു വരുവാൻ പോകുക. അവിടെ ദൈവം ആഗ്രഹിച്ചത്, ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തി. ഹി കമാൻഡ്. രണ്ടാമത്തെ പറ്റിയത് വായിച്ചു, അതേ വാക്യം താഴോട്ടൊന്ന് വായിച്ചാട്ട്. 10ാമത്തെ വാക്യം വായിച്ചാട്ട്, വേഴ്സ് 10. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്. രണ്ടാമത്തെ പ്രത്യേകത, ഹി ഡിമാൻഡ്സ് ദ മജസ്റ്റി ഓഫ് ഗാഡ്. ദൈവത്തിന്റെ മജസ്റ്റി എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? ഹി കമാൻഡ്സ്. 2, ഹി ഡിമാൻഡ്സ്. എന്താ പറയുന്നത്? അതിന് വേറെ വിട്ടുവീഴ്ച മനോഭാവങ്ങളൊന്നുമില്ല. നത്തിങ്, യാതൊന്നുമില്ല. ഒന്നേയുള്ളൂ ദൈവത്തിന് പറയുവാൻ, ഇതാണ് എന്റെ കൽപ്പന, ദിസ് ഈസ് വാട്ട് ഐ എക്സ്പെക്ട്, ദാറ്റ്സ് ഓൾ. ഇതിനകത്ത് യാതൊരു മാനിക്കുന്ന മാറ്റങ്ങളും വരുവാനായിട്ട് സാധ്യമല്ല. ഗാഡ് കമാൻഡ്, ഗാഡ് ഡിമാൻഡ്സ്. അതാണ് ദൈവത്തിന്റെ മജസ്റ്റി വെളിപ്പെടുത്തിയത്. വായിച്ചേട്ട ഒരു വാക്യം കൂടെ, 11ാമത്തെ വാക്യം, ജോബ് ചാപ്റ്റർ 37 വേഴ്സ് 22. യോബ് 37:22. ദൈവത്തിന്റെ ചുറ്റും ഭയങ്കര തേജസ്സുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം വെളിപ്പെടുന്നത് ഇൻ ഹിസ് മജസ്റ്റി. വേദപുസ്തകം പഠിപ്പിക്കുന്നു, നമുക്ക് അനേക സങ്കീർത്തനങ്ങൾ അറിയാം. 29ാം സങ്കീർത്തനം പറയുന്നു, ദൈവം വാഴുന്നു. എന്നിട്ട് എന്താ അവിടെ പറയുന്നത്? ആ വാഴ്ചയുടെ മുൻപിൽ എന്താണ് ജനത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്? ഹി ഡിമാൻഡ്സ്. അതവിടെ വെളിപ്പെടുത്തുക. അവിടെ പിന്നെ സോപ്പിടിയിൽ പരിപാടിയൊന്നുമില്ല. ദൈവത്തിന്റെ പ്രത്യക്ഷത സീനായ് മലയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ സ്നേഹമല്ല ദൈവം അവിടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. പിന്നെയോ ദൈവം താനായിട്ട് തന്നെ വെളിപ്പെട്ടു വരുമ്പോൾ, ദൈവത്തിന്റെ പ്രസൻസ് അവിടെ വെളിപ്പെട്ടു വരുമ്പോൾ, ദൈവത്തിന്റെ തേജസ്സോടുകൂടി ദൈവം അവിടെ വെളിപ്പെടുമ്പോൾ, ദൈവത്തിന്റെ തീ ജ്വാല അവിടെ വെളിപ്പെടുമ്പോൾ, ദൈവം ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമേ, ഹി കമാൻഡ്സ് ആൻഡ് ഹി ഡിമാൻഡ്സ്. നിങ്ങൾക്കറിയാം, ദൈവത്തിന്റെ തേജസ്സിന്റെ ഒരു വെളിപ്പാടായിരുന്നു പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിൽ കൃപാസനത്തിന്റെ മുമ്പിൽ വെച്ചിരുന്നത്. എന്ത് സംഭവിച്ചു? സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചതാണ്, അശുദ്ധനായിരിക്കുന്ന ഒരു പുരോഹിതനും ഇതിന്റെ അടുക്കത്തിൽ കടന്നു വരരുത്. ആ നിയമം ലംഘിച്ചുകൊണ്ട് അശുദ്ധിയോടുകൂടെ കടന്നു എന്ന അഹരോന്റെ 2 മക്കൾ. ഹി ഡിമാൻഡ്സ്. എന്ത് സംഭവിച്ചു? ദഹിച്ചു പോയി. നമ്മളൊന്ന് ഓർത്തോണേ, പഴയ നിയമത്തിൽ ജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നിരുന്നുവെങ്കിൽ, പഴയ നിയമകാലത്തിൽ ദൈവത്തെ എതിരേൽക്കുവാൻ ദൈവം നമ്മെ കൃപ തന്നിരുന്നുവെങ്കിൽ, നമ്മൾ ഇന്ന് പലരും എവിടെ ആയിരുന്നേനോ എന്നുള്ള ദൈവത്തിനറിയാം. വേറെ ഒന്നുമില്ല, മറ്റൊന്നുമില്ല. ദൈവത്തിന് വേണ്ടത് ഓൾറെഡി കൽപ്പിച്ചു. ഇത് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് അടുക്കുന്നില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എന്ത് വേണമെങ്കിലും കാണിക്കാം, കൂടാരത്തിൽ പോയി എന്ത് വേണമെങ്കിലും കാണിക്കാം, അതിന് കണക്ക് കൊടുക്കണം. കാരണം ഒരു നിയമബോധം ഉള്ളത് കൊണ്ട്. പക്ഷെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് ആരെങ്കിലും കടന്നിൽ, ദൈവത്തിന്റെ പ്രസൻസിലേക്ക് കടന്നിരുന്നുവെങ്കിൽ, they have to meet these things. രണ്ടാമത്തെ ദൈവത്തിന്റെ പ്രത്യേക സ്വഭാവത്തെ നമ്മൾ ഇവിടെ കാണുന്നത്, രണ്ടാമത്തെ ഈ വിഷയത്തിൽ കൂടെ കാണുന്നത്, ഹിസ് അബ്സല്യൂട്ട് അൺഅപ്രോച്ചബിലിറ്റി. അങ്ങോട്ട് അടുക്കുവാൻ സാധ്യമല്ല എന്നുള്ളത് ഇവിടെ ദൈവം വെളിപ്പെടുത്തുക. No way to be close to him. അവന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ സാധ്യമല്ല. അൺഅപ്രോച്ചബിലിറ്റി. ഒരിക്കലും അടുത്തുകൂടുവാൻ സാധ്യമല്ല. നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാ. ഇവിടെ എന്താ വിഷയം?
ദൈവം കൽപ്പിച്ചതുപോലെ ദൈവം ചുമന്നുകൊണ്ടുവന്ന ദൈവത്തിന്റെ ജനം കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ദൈവത്തെ എതിരേൽക്കുവാൻ തക്കവണ്ണം അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ സീനായ് മലയുടെ അടിവാരത്തിൽ നിൽക്കുമ്പോൾ ദൈവം അവരോട് പറയുക, ഈ മലയുടെ അടിവാരം പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, തൊടരുത്. ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ ഇന്ന് കടന്ന്, ഞാനത് വെളിപ്പെടുത്താം, നമ്മൾ ഇന്നായിരിക്കുന്ന പൊസിഷൻ എന്തുവാന്നുള്ളത് ഒന്ന് ഓർത്ത് നോക്കിയേ. അത്രയും ഹോളിനെസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഇത് വെറുതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന കാര്യമല്ല. ഇവക്കെല്ലാം അറിയാം ആ സീരിയസ്നെസ് എന്താണെന്ന് അറിയാം. ആ സീരിയസ്നെസ് നിന്നുകൊണ്ടാണ് ദൈവത്തിന്റെ അടുക്കിലേക്ക് അവർ അടുക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. പക്ഷെങ്കിൽ സ്വർഗത്തിലെ ദൈവം അവരുമായിട്ട് എന്ത് ചെയ്യുക, ഒരു മറയിടുക. ഇതാ മോശയ്ക്ക് സംഭവിച്ചത്. ദൈവത്തിന്റെ തേജസ് കൊണ്ട് മോശയുടെ മുഖം പ്രകാശിച്ചുവെങ്കിൽ ആ മുഖത്തിന്റെ ശോഭ മുഖാന്തരമായിട്ട് ഇസ്രായേൽ മക്കൾക്ക് അത് കാണുവാൻ സാധ്യമാകാതെ മോശ തന്റെ മുഖത്തൊരു മൂടുപടമിട്ടു. എന്താ കാരണം? ഈ തേജസ്. നിങ്ങൾ മനസ്സിലാക്കണേ, തൊടുവാൻ പോലും സാധ്യമല്ലാത്ത അവസ്ഥയിൽ ഇത്രയും ശുദ്ധീകരണം നടത്തിയിട്ടും ദൈവത്തിന്റെ അടുക്കിലേക്കൊന്ന് അടുത്തി എന്ന് ദൈവത്തെ ഒന്ന് സ്പർശിക്കുവാൻ സാധ്യമല്ലാത്ത അവസ്ഥയിൽ ദൈവം വളരെ ദൂരത്തായിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കാൻ, ഇവർ കാണുന്നത് വളരെ ദൂരത്ത് നിന്ന് സീനായ് മലയിൽ ഇറങ്ങി വന്ന ദൈവത്തെ കാണുന്നത്. ഈ ഭാഗ്യം ദൈവം കൊടുത്തത് ചുരുക്കം ചിലക്ക് പ്രിയപ്പെട്ടവർക്ക് മാത്രമേ കൊടുത്തുള്ളൂ. ദൈവത്തിന്റെ അടുക്കിലേക്കൊന്ന് അടുത്തി എന്ന് ദൈവത്തോടുകൂടെ ഭക്ഷണം കഴിക്കുവാൻ തക്കോണം ചിലരെ ദൈവം തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുത്തവരെ ദൈവം തന്നോട് അടുപ്പിച്ചു. അല്ലാത്ത ഒരൊറ്റ വ്യക്തിക്ക് പോലും ദൈവത്തിന്റെ അടുക്കിലേക്ക് കടക്കുവാൻ സാധ്യമായില്ല. നിങ്ങൾ മനസ്സിലാക്കണം, പഴയ നിയമത്തിൽ ഇത്രമാത്രം അവരെ ശുദ്ധീകരണ പ്രക്രിയയിൽ കൂടെ കടന്നു പോയിട്ടും ദൈവത്തിന്റെ അടുക്കിലേക്ക് ഒന്ന് അടുത്തിയിടുവാനോ ദൈവത്തെ ഒന്ന് തൊടുവാനോ ഒക്കെ സാധ്യമായിരുന്നില്ല. മൂന്നാമത്തെ ദൈവത്തിന്റെ പ്രത്യേകമായ സ്വഭാവം നമ്മളിവിടെ കാണുന്നത്, ഈ വാക്ക് എന്തിനെ വെളിപ്പെടുത്തുന്നു? ഒരു കാര്യം, we need a preparation to meet the Lord. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ സമയം ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നുപോയി ആരാധിക്കുവാൻ നമ്മൾ ഒരുക്കപ്പെട്ട് കടന്നു വരുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണമേ, നമ്മൾ കടന്നു ചെല്ലുന്ന ദൈവത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കണമെങ്കിൽ we need a preparation. തലേ ദിവസം വൈകിട്ട് സുഖമായിട്ട് ലേറ്റായിട്ട് കിടന്നുറങ്ങി രാവിലെ 12 മണിക്ക് എഴുന്നേറ്റ്, വെള്ളിയാഴ്ച രാവിലെ 12 മണിക്ക് എഴുന്നേറ്റ് ഒരു തുണി എടുത്തുകൊണ്ട് വരുന്നതല്ല പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ദൈവത്തെ മീറ്റ് ചെയ്യുവാൻ അവർ ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തോടുകൂടെ ഒന്ന് ബന്ധപ്പെടുവാൻ അവർ ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് അവർ അടുത്തിടുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ആവശ്യമായിരിക്കുന്നത് അവർ നേരത്തെ എഴുന്നേറ്റ് അതിന്റെ തലേ ദിവസമേ തുടങ്ങും അവരുടെ പ്രിപ്പറേഷൻ. അവർക്കൊരു മുമ്പിൽ ഒരാഗ്രഹമുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ഇന്ന് എൻ്റെ ദൈവത്തോടുകൂടെ ഇരുന്ന് ഒന്ന് കൂട്ടായ്മ ആചരിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ആ ഒരാഗ്രഹത്തോടുകൂടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ സ്വർഗ്ഗത്തിലെ ദൈവം ആ കൂട്ടായ്മയുടെ ബന്ധത്തിലേക്ക് എന്നെ നിങ്ങളെ നയിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. He expects my company more than I expect his company. ഞാൻ അവൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവൻ എൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു. എന്താ വേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ പ്രസൻസിലേക്കൊന്ന് അടുത്തു ചെല്ലുവാനുള്ള ഒരു പ്രിപ്പറേഷനാണ് എനിക്ക് നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത്. ഈ ദിവസങ്ങൾ പ്രിപ്പയർ ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മൾ കൂടെ വെളിപ്പെടുന്നത് കാണുവാൻ സാധിക്കും. നമുക്കെന്താ സംഭവം? ലോകം വിട്ടേച്ച് ദൈവത്തെ നമുക്ക് വേണ്ട. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ട്. ഞാൻ ഓർപ്പിക്കട്ടെ, ലോകത്തിൽ നിങ്ങൾ 1000 ദിവസം സന്തോഷിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കും 1 മണിക്കൂർ എൻ്റെ യേശുവിനോടുകൂടെ സന്തോഷിക്കുന്നത്.
ആ സന്തോഷം അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം അവരുടെ കാലുകൾ ഉറക്കത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോടൊരു കാര്യം പറഞ്ഞു. സഹോദര, നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ ദൈവം ചെയ്ത നന്മ ഒന്നോർത്താൽ നിന്റെ കാല് നിലത്തുറക്കത്തില്ല. അത്രമാത്രം വലിയ കാര്യമാണ് ദൈവം നിനക്ക് ചെയ്തത്. അവനെ രക്ഷിച്ചു എന്നുള്ള വിഷയം മാത്രമല്ല ഞാൻ പറഞ്ഞത്, അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വിടുതലിൻ്റെ കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് ഏതവസ്ഥയിൽ ദൈവം എവിടേക്ക് ഉയർത്തിയെന്ന് നോക്കിയാൽ ദാവീദ് പറയുന്ന പോലെ പറയുവാൻ സാധിക്കും, നിന്റെ അപ്പനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നാണ് എന്നെ ഈ സ്ഥാനത്ത് കൊണ്ടിരുത്തിയ ദൈവത്തിന് മുൻപാകെ ഞാൻ ഇനിയും ഡാൻസ് കളിക്കും. പലപ്പോഴും വന്ന് നിൽക്കുമ്പോൾ മറ്റേ കൈക്ക് നോക്കാത്ത രീതിയിലാണ് കൈ അടിക്കുന്നത്. എന്താണെന്നറിയാമോ? ദൈവം ചെയ്ത നന്മയോ നോക്കാത്തത് കൊണ്ട്. ദൈവം ചെയ്ത നന്മയോ നോക്ക്. എന്താ? ടു മീറ്റ് വിത്ത് ദ ലോർഡ്. ദൈവത്തെ എതിരേൽപ്പാൻ തക്കവണ്ണം കടന്നു ചെല്ലണമെങ്കിൽ എന്താ അവിടെ ആവശ്യമായിരിക്കുന്നത്? വി നീഡ് എ പ്രിപ്പറേഷൻ. മൂന്നാമത്തെ ദൈവത്തിൻ്റെ പ്രത്യേകത ഈ സംഭവത്തിൽ കൂടെ കാണുന്നത് ദ ടെറർ ഓഫ് ഗാഡ്. നിങ്ങൾ മനസ്സിലാക്കിക്കോണം എന്താ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ആ ഒരു വേർഡിലേക്ക് കടന്നു വന്നാട്ട് അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, ചാപ്റ്റർ 20 വേഴ്സ് 19. 18 and 19. പർവ്വതം പുകയുന്നത് കണ്ടു, ജനം അത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട്. ഇത്രയൊക്കെ കണ്ടപ്പോഴത്തേന് എന്തോ ഉണ്ടായി അവരുടെ ഉള്ളിൽ? ഭയം, ഭീതി. എന്നിട്ട് ഇവരെന്തോ പറഞ്ഞു? വായിച്ചാട്ട് 20-ാമത്തെ വാക്യം. അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്. അവങ്കലുള്ള ഭയം നിങ്ങൾ ഉണ്ടായിരിക്കേണ്ടതിന്. വളരെ ബ്യൂട്ടിഫുൾ വേർഡ്. വേഴ്സ് 20, 20-ാമത്തെ വാക്യം, എക്സോഡസ് ചാപ്റ്റർ 20 വേഴ്സ് 20. നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കലുള്ള ഭയം നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടതിന്. You have the fear of God. നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഭയമുണ്ടാകണം. ദൈവത്തെക്കുറിച്ച് ഭയമുണ്ടാകണം. ഇതാണ് പുതിയ നമ്മൾ വിശ്വാസിക്ക് വന്ന ഏറ്റവും വലിയ ദൂഷ്യമെന്ന് പറയുന്നത്. അവർ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കളിക്കൂട്ടുകാരനാ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? യേശുക്രിസ്തുവിൻ്റെതായിരിക്കുന്ന ഭയം എൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റപ്പെട്ടു. നിങ്ങൾ മനസ്സിലാക്കണം, ഭയം എപ്പോൾ ആളുടെ ഉള്ളത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അവിടെയാണ് മനുഷ്യൻ പാപം ചെയ്യുവാനായിട്ട് തുടങ്ങുന്നത്. യോസേഫ് പാപം ചെയ്യാതിരുന്ന കാരണം മറ്റൊന്നുമല്ല, ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? ദൈവത്തിന്റെ മക്കൾ പാപം ചെയ്യാതിരിക്കുന്ന കാരണമെന്ന് പറയുന്നത് അവ ദൈവത്തോടുള്ള ഭയം ആണോ അവരുടെ ഉള്ളിലുള്ളത്? അപ്പോൾ ദൈവം എന്താഗ്രഹിച്ചു? ഇവരെക്കുറിച്ച് ദൈവം കാണുവാൻ ആഗ്രഹിച്ചത് അവരിൽ ദൈവത്തിന്റെ ഭയം ഉണ്ടാകേണ്ടതിനോ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു ഭയം ദൈവം എക്സ്പെക്ട് ചെയ്തു. അതാണ് ദൈവം സീനായ് മലയിൽ കടന്നു വന്നത്. ദൈവം ഇസ്രായേൽ മക്കൾ കടന്നു ചെന്ന് ഭയപ്പെട്ടോടുകൂടെ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ മോശയോട് പറഞ്ഞു, മോശേ, ഞങ്ങൾക്ക് ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു പോകണ്ട, നീ ഒരു കാര്യം ചെയ്യ്, ദൈവത്തോട് സംസാരിച്ചിട്ട് നീ ഞങ്ങളോട് പറഞ്ഞാൽ മതി. ദൈവമല്ല മീഡിയേറ്ററെ ഉണ്ടാക്കിയത്, ഇസ്രായേൽ മക്കളാണ് സ്വയമായിട്ട് മീഡിയേറ്ററെ ഉണ്ടാക്കിയത്. ദൈവം അവരോട് സംസാരിക്കുവാനാണ് സീനായ് മലയിൽ കടന്നു വന്നത്. ദൈവം അവരോടാണ് സംസാരിച്ചത്. മോശയോട് മാത്രമല്ല, ജനത്തോട് ദൈവം സംസാരിച്ചുകൊണ്ട് ഇരുന്നുവെങ്കിൽ ജനം ഒരു കാര്യം പറഞ്ഞു, ഈ ദൈവത്തിന്റെ സ്വരം കേട്ടാൽ ഞങ്ങൾ മരിച്ചു പോകും. അതുകൊണ്ട് മോശേ, നീ ദൈവത്തിന്റെ സ്വരം കേൾക്ക്, എന്നിട്ട് നീ വന്ന് ഞങ്ങളോട് പറ, ഞങ്ങളിത് കേട്ടുകൊള്ളു എന്ന് പറഞ്ഞാൽ മീഡിയേറ്ററെ ഉണ്ടാക്കിയത് മനുഷ്യനാണ്, സ്വർഗ്ഗത്തിലെ ദൈവമല്ല. എന്താ അവിടെ സംഭവിച്ചത്? മനുഷ്യന്റെ ജീവിതത്തിൽ ഭയം കൊണ്ടാണ് ഒരു മീഡിയേറ്റർ ഉണ്ടാക്കിയത്. കർത്താവായ യേശുക്രിസ്തു അല്ലാതെ മറ്റേതെങ്കിലും ഒരു മീഡിയേറ്റർ ഉണ്ട് എങ്കിൽ മനസ്സിലായിക്കൊള്ളണം, ദൈവത്തെ ഇന്ന് ഭയപ്പെടുന്നത് കൊണ്ടാണ് ഈ മീഡിയേറ്ററെ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ ധൈര്യമായിട്ട്, നിങ്ങളെക്കുറിച്ചല്ല ഞാൻ ഈ TV-യിൽ മെസ്സേജ് ചെയ്ത് പോകുന്നത്, അവരെക്കുറിച്ച് ഓർത്തായി പറയുന്നത്. നിങ്ങളൊക്കെ നല്ല മക്കളല്ലയോ? മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഭയം.
നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി കടന്നു ചെല്ലുമ്പോൾ, ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു കുട്ടിക്കളി പോലെ അല്ല കടന്നു ചെല്ലേണ്ടത്. ആ സാന്നിധ്യബോധം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. ആ ഭയം എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. ഞാൻ കടന്നു വന്ന് നിൽക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് കഴിഞ്ഞ നാളുകൾ ഭയത്തോടുകൂടെ നോക്കിയൊരു സ്ഥാനത്താണ് ഇന്ന് ഞാൻ ആയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. എന്നാൽ ഒരു വലിയ ഭാഗ്യം എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചു. എന്താ? ഇതേ കാര്യം തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനത്തിൽ പറയുവാൻ ഇടയായിട്ടെന്ന് ആ ഭാഗം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഗലാത്യർക്ക് ലേഖനം 4-ാം അധ്യായം. ഗലാത്യർക്ക് ലേഖനം 4-ാം അധ്യായം അതിന്റെ 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ താഴോട്ട് വീട്ടിൽ പോയി വായിച്ചോളുക. അവിടെ എന്ത് പറയുന്നു? വേണ്ട, വായിക്കേണ്ട 2 നിയമങ്ങളെ അവിടെ പറയും. നമ്മളിപ്പം നമ്മൾ പാഠമായിട്ട് വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ട്. ആ ഓർമ്മയിൽ നിന്നുകൊണ്ട് ഞാനങ്ങ് പറയുക. ഇവിടെ 2 നിയമങ്ങളെ കാണുക. ഒന്ന്, അബ്രഹാമിന് 2 മക്കളുണ്ടായിരുന്നു. ഒന്ന് ഹാഗാർ എന്ന് ജനിച്ച ഇസ്മായേൽ, രണ്ടാമതായിട്ട് സാറയിൽ നിന്ന് ജനിച്ചതായിരിക്കുന്ന ഇസ്ഹാക്ക്. 2 മക്കൾ 2 നിയമങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന് ഹാഗാറിനെ ചൂണ്ടിക്കാണിക്കുന്നു, സീനായ് മലയിൽ നിന്ന് കടന്നു വന്നവളായിട്ട് കാണിക്കുന്നു. അതാണ് മൗണ്ട് സിയോന്റെ അധികാരത്തിലിരിക്കുന്നു. നിങ്ങൾക്കറിയാം എവിടെ വെച്ചാണ് അബ്രഹാമിന് ഹാഗാറിനെ കിട്ടിയത്? നിങ്ങൾക്കറിയാം, മിസ്രൈമിൽ വെച്ചാ. മിസ്രൈമിലാണ് ഈ സീനായ് മല. അവിടുന്നാണ് ഈ ഹാഗാറിനെ കിട്ടിയത്. അപ്പോൾ ഹാഗാർ എന്ന് പറയുന്നത് സീനായ് മലയെ ചൂണ്ടിക്കാണിക്കുന്നു. ഇസ്ഹാക്ക് എന്ന് പറയുന്നത് സീനായ് മലയിൽ വാഗ്ദത്ത സന്തതിയാണ്. ഈ ഹാഗാറിൽ കൂടെ അബ്രഹാമിന് കുഞ്ഞ് ജനിക്കുവാൻ ഇടയായിത്തീർന്നത് ജഡത്തിന്റെ സന്തതിയാ, ജഡത്തിന്റെ പ്രവർത്തനമായിരുന്നു, ജഡത്തിന്റെ ചിന്തയായിരുന്നു, ജഡത്തിന്റെ വികാരമായിരുന്നു, ജഡത്തിന്റെ താഴ്ക്കുന്ന ആഗ്രഹമായിരുന്നു. അതാണ് ഇസ്മായേൽ എന്ന് പറയുന്നത്. എന്നാൽ ഇസ്ഹാക്ക് എന്ന് പറയുന്നത് ജഡത്തിന്റെ ആഗ്രഹമല്ലായിരുന്നു, പിന്നെ വാഗ്ദത്ത സന്തതിയായിരുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് ജഡത്തിന്റെ സന്തതിയായിട്ട് വെളിപ്പെടുത്തുമ്പോൾ മറ്റേത് വാഗ്ദത്ത സന്തതിയായി വെളിപ്പെടുന്നു. ഒന്ന് ജഡത്തിന്റെ സന്തതിയായപ്പോൾ ഉയർന്നു വന്നത് എവിടെ നിന്ന് വരുന്നു? ദൈവത്തിന്റെ തിരുവചനം പറയുന്നു ഹാഗാർ ഉത്ഭവിച്ചത് സീനായ് മലയിൽ നിന്ന് കടന്നു വന്നു. മറ്റത് എവിടുന്ന് കടന്നു വരുന്നു? വാഗ്ദത്ത സന്തതിയായിട്ട് കടന്നു വരുന്നു. അതാണ് ഇസ്ഹാക്ക് എന്ന് പറയുന്നത്. 2 പേരും 2 നിയമങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന് വാഗ്ദത്ത സന്തതി എന്ന് പറയുന്നത്, ഹാഗാർ എന്ന് പറയുന്നത് സീനായ് മലയിൽ നിന്ന് കടന്നു വന്നുവെങ്കിൽ ദൈവത്തിന്റെ ബദൽ ഇവിടെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു. ഇപ്പോഴത്തെ ഇസ്രായേല് ഹാഗാറിന്റെ സന്തതിക്ക് തുല്യമായിരിക്കുന്നെന്നാണ് പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്മായേലിന്റെ അവസ്ഥയാണ് ഇന്നത്തെ ഇസ്രായേലിനും എന്റെയും നിങ്ങളുടെ പുതിയ വിശ്വാസിയുടെ അവസ്ഥയാണ് അബ്രഹാമിന്റെ മകനാകുന്ന ഇസ്ഹാക്കിന്റെ അവസ്ഥ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും വാഗ്ദത്ത സന്തതിയായിരിക്കുമ്പോൾ ഇന്ന് ഇസ്രായേൽ ആസ് എ നേഷൻ എന്ന് പറയുന്നത് ജഡത്തിന്റെ സന്തതിയായി വെളിപ്പെടുക. അവരെ എവിടെ ഇരിക്കുന്നു? ഇന്നും അടിമത്വത്തിന് കീഴിലിരിക്കുന്നു. ഏതാണ് അടിമത്വം? ന്യായപ്രമാണം എന്നുള്ള അടിമത്വത്തിന് കീഴിൽ. ന്യായപ്രമാണം അവനാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സ്വാതന്ത്ര്യമില്ല. ഇന്നും അവർ സ്വതന്ത്രരായിട്ടില്ല. ഇന്നും അവർ അടിമത്വത്തിന് കീഴിൽ തന്നെയിരിക്കുന്നു. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ കൃപയാൽ വിശ്വാസത്താൽ വാഗ്ദത്തത്താൽ ജനിക്കപ്പെടുവാൻ ഇടിയായിത്തീർന്നത് മുഖാന്തരമായിട്ട് എനിക്കും നിങ്ങൾക്ക് ലഭിച്ച വലിയ ഭാഗ്യമായിരിക്കും പദവിയാണ് സ്വാതന്ത്ര്യത്തിൽ ഇരിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് അടിമത്വത്തിന് കീഴിൽ അല്ല ഇരിക്കുന്നത്. ഞാൻ വാഗ്ദത്ത സന്തതിയാണ്. വാഗ്ദത്ത സന്തതി സ്വാതന്ത്ര്യം പ്രാപിച്ചവനാണ്, സ്വാതന്ത്ര്യം പ്രാപിച്ചവളാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ നിങ്ങൾ കെട്ടപ്പെട്ടവരല്ല. ഞാൻ നിങ്ങൾ കൃപയാൽ വാഗ്ദത്ത സന്തതി ആയതുകൊണ്ട്, യേശുവിന്റെ രക്തത്താൽ എന്നെയും നിങ്ങളെ കഴുകി വിലക്കി വാങ്ങിയതായതുകൊണ്ട് ഞാൻ നിങ്ങളും വിടുതൽ പ്രാപിച്ചവരാണ്. സ്വതന്ത്ര സന്തതിയ. എന്തായി സ്വതന്ത്ര സന്തതിക്കുള്ള പ്രത്യേകത എന്നാണെന്നറിയാമോ? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമമുഖത്തിൽ പിന്നെ കുടുങ്ങിപ്പോകരുത്. അടിമമുഖത്തിൽ കുടുങ്ങപ്പെടാത്തിടത്തോളം കാലം നിങ്ങൾ സ്വതന്ത്രരാണ്. കെട്ടിവെക്കുവാൻ സാധ്യമല്ല. ആരെല്ലാം കെട്ടിവെച്ചാലും ഗിദിയോന്റെ ശിംശോന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ദൈവത്തിന്റെ കൃപയിൽ അവൻ നിൽക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ശക്തിയിൽ അവൻ നിൽക്കുന്നുവെങ്കിൽ അവന്റെ മേൽ കെട്ടപ്പെട്ടതായിരിക്കും ഒരൊറ്റ കെട്ടിന് പോലും അവനെ കൊണ്ട് ബന്ധിക്കുവാൻ സാധ്യമായില്ല. ആ കെട്ടുകൾ മുഴുവൻ പൊട്ടിച്ച് കളഞ്ഞതുപോലെ സ്വാതന്ത്ര്യത്തിന് കീഴിൽ ഞാൻ നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ മനുഷ്യൻ കെട്ടുന്ന ഒരൊറ്റ കെട്ടിന് പോലും എന്നെ നിങ്ങളെ കെട്ടിവെക്കുവാൻ സാധ്യമല്ല. ഞാൻ നിങ്ങളും അതിൽ നിന്ന് സ്വതന്ത്രരായിരിക്കുക. പുത്രത്തിന്റെ സ്വീകാരം
അവൻ നമുക്ക് നൽകി തന്നിരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ അവൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ഈ ചിന്തകളൊക്കെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. വിശുദ്ധിയോടുകൂടെ ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു വരണമെന്നുള്ളതും എൻ്റെ ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാകുന്നുവെന്നുള്ളതും ദൈവത്തെ ഭയക്കേണ്ടത് ആവശ്യമാണെന്നുള്ളതും എൻ്റെ ഹൃദയത്തിൽ ബോധ്യമുണ്ടാകേണ്ടത്. ആ ബോധ്യത്തോടുകൂടെ വേണം ഞാൻ ധൈര്യത്തോടുകൂടെ അവൻ്റെ കൃപാസനത്തിലേക്ക് കടന്നു വരുവാൻ. ബോധ്യമില്ലാത്ത അനന്യാസെ സഫീറേ, നിന്റെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ഭയമില്ല എങ്കിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നീ നശിക്കുവാനായിട്ട് സാധിക്കും. ജസ്റ്റ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇന്ന് രാത്രി നമ്മെ കേൾപ്പിച്ച ദൈവത്തിൻ്റെ വചനത്തിന് മുൻപാകെ നമുക്ക് എല്ലാവർക്കും താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്താട്ട്